മലങ്കര കാതലിക് ടി വിയിലെ മതബോധനം കാറ്റഗീസിസ് എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയുടെ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുകയായിരുന്നു. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലൂടെ പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രത്തെ ക്രമമായും സമഗ്രമായും അവതരിപ്പിക്കാനാണ് ശ്രമിക്കുക. പഴയ നിയമത്തിൽ അദൃശ്യനായും പുതിയ നിയമത്തിൽ ദൃശ്യനായും വെളിപ്പെടുത്തിയ ദൈവം, ആ ദൈവത്തെ വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ക്രമമായും സമഗ്രമായും മനസ്സിലാകത്തക്ക വിധം അവതരിപ്പിക്കാനാണ് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ ശ്രമിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ 5ാം ക്ലാസ് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, നോഹയെ ദൈവം പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കുന്നത്, ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുന്നത്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ മകനായ യോസഫ്, ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയുടെ പിൻഗാമിയായ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലെത്തിച്ച ജോഷുവ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രമമായും സമഗ്രമായും പഠിക്കുകയുണ്ടായി. വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി, പുറപ്പാട് പുസ്തകങ്ങൾ സമഗ്രമായും ക്രമമായും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തെത്തുന്നത് വരെയുള്ള സംഭവങ്ങളാണ് 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈബിൾ എന്ന ഭാഗത്ത് കൃത്യമായിട്ട് പഠിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ 6ാമത്തെ ക്ലാസ്സാണ് പഠിക്കുക. 5ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് 6ാം ക്ലാസ്. ബൈബിൾ എന്ന ആദ്യ ഭാഗത്ത് 5ാം ക്ലാസ്സിൽ ബൈബിൾ എവിടെ കൊണ്ട് നിർത്തിയോ അവിടുന്ന് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിലെത്തുന്നത് വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ ക്ലാസ്സിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തെത്തിയതു മുതൽ ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിക്കുന്ന സംഭവമാണ് 6ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. 6ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ പരിപാലിക്കുന്ന ദൈവം. 5ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ സൃഷ്ടാവായ ദൈവം, 6ാം ക്ലാസ് പരിപാലിക്കുന്ന ദൈവം, 7ാം ക്ലാസ് രക്ഷിക്കുന്ന ദൈവം. പ്രപഞ്ച സൃഷ്ടി മുതൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായും സമഗ്രമായും കുട്ടിയെ പഠിപ്പിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുക. ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് വിശുദ്ധ ലിഖിതത്തിലൂടെ കുട്ടിക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയാണ്. പരിപാലിക്കുന്ന ദൈവം. ആദ്യ ഭാഗം ബൈബിൾ, 2ാമത്തെ ഭാഗം ആരാധനക്രമം, 3ാമത്തെ ഭാഗം സഭാചരിത്രം, 4ാമത്തെ ഭാഗം ക്രിസ്തീയ ജീവിതം. ആദ്യ ഭാഗം ബൈബിളാണ്. 6ാം പാഠത്തിലെ ടൈറ്റിൽ പരിപാലിക്കുന്ന ദൈവം എന്നാണ്. ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലെത്തിയതിനു ശേഷം ദൈവത്തിൻ്റെ പരിപാലന അവരുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടായിരുന്നു. ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനെ സ്വീകരിക്കുവാൻ ദൈവം അവരെ ഒരുക്കി, ദൈവം അവരെ പരിപാലിച്ച അനുഭവങ്ങളാണ് 6ാം ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുക. 6ാം ക്ലാസ്സിൽ 22 പാഠങ്ങളാണുള്ളത്. അതിൽ 11 പാഠങ്ങളും വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ടതാണ്. പരിപാലിക്കുന്ന ദൈവം എന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ് 1ാം പാഠത്തിൻ്റെയും ടൈറ്റിൽ, ദൈവപരിപാലനം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ. 22 പാഠങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 1 മുതൽ 11 വരെയുള്ള പാഠങ്ങൾ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ടതും 12 മുതൽ 17 വരെയുള്ള പാഠങ്ങൾ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടതും 18, 19 പാഠങ്ങൾ സഭാചരിത്രവും 20 മുതൽ 22 വരെയുള്ള പാഠങ്ങൾ ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരിക്കുക. ആദ്യത്തെ 11 പാഠങ്ങൾ വിശുദ്ധ ലിഖിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുകയുണ്ടായല്ലോ. 1ാം പാഠം ആരംഭിക്കുന്നത് പുസ്തകത്തിൻ്റെ തന്നെ ടൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. പരിപാലിക്കുന്ന ദൈവം എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ്
ഒന്നാം പാഠത്തിൽ നമ്മൾ കാണുക ദൈവപരിപാലനം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ. നമ്മളെല്ലാ ക്ലാസ്സിലും കാണുന്നത് പോലെ ആദ്യത്തെ 2 പാരഗ്രാഫിൽ പ്രപഞ്ച സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും അബ്രഹാമിൻ്റെ വിളിയും ഈജിപ്തിലെ അവരുടെ അടിമത്തവും മോശയുടെ നേതൃത്വത്തിൽ അവർ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതും മോശയുടെ മരണം വരെ അവിടെ പറഞ്ഞ് 2 പാരഗ്രാഫിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മോശയുടെ പിൻഗാമിയായ ജോഷുവയിലൂടെ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് പ്രവേശിച്ചതുമായിട്ടുള്ള സംഭവങ്ങളാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുക. ദൈവജനം കനാൻ ദേശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശം പിടിച്ചടക്കുന്നതും വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ ജനം വാസമുറപ്പിക്കുന്നതും ജോഷുവയുടെ മരണവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി പാഠങ്ങൾക്കുള്ള ഒരു ആമുഖമായി ഇൻട്രൊഡക്ഷനായി ഈ ഒന്നാം പാഠം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനോട് ചേർന്നുള്ള ഗാനങ്ങൾ, പ്രാർത്ഥനകൾ, പ്രവൃത്തികളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കുട്ടികളെ ഈ പാഠത്തിൻ്റെ ചിന്തയിലേക്ക് കൂടുതൽ നയിക്കേണ്ടതാണ്. രണ്ടാമത്തെ പാഠം ഇസ്രായേലിലെ ഗോത്രങ്ങൾ. നമുക്കറിയാം യാക്കോബിൻ്റെ 12 മക്കളാണ് 12 ഗോത്രങ്ങളായി അറിയപ്പെടുക. ഇസ്രായേൽ ചരിത്രത്തിൽ ഗോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ വന്നതിന് ശേഷം 12 ഗോത്രങ്ങൾക്കായി സ്ഥലങ്ങൾ വിഭജിച്ച് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം യോർദാൻ നദി കടന്നതിന് ശേഷം അവരുടെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ സ്മാരക ശിലകൾ സ്ഥാപിച്ചു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് നദി കടന്നു എന്നതിനെ സൂചിപ്പിക്കുവാനായി സ്മാരക ശിലകൾ സ്ഥാപിക്കുകയുണ്ടായി. 12 കല്ലുകൾ ഉപയോഗിച്ചാണ് സ്മാരക ശിലകൾ സ്ഥാപിച്ചത്. 12 ഗോത്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ഗാദ്, ആഷേർ, നഫ്താലി, ബെഞ്ചമിൻ. ജോസഫ് എന്ന വ്യക്തിക്ക് ഒരു ഗോത്രം എന്നതിലുപരി ജോസഫിൻ്റെ 2 മക്കളെ യാക്കോബ് പ്രത്യേകം അനുഗ്രഹിച്ച് ഗോത്രത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തി. അപ്പോൾ എഫ്രായിം മനാസെ എന്ന പേരിലാണ് 12ാമത്തെ ഗോത്രം യോസഫിൻ്റെ ഗോത്രം അറിയപ്പെടുക. എഫ്രായിം മനാസേം എന്ന പേരിലാണ് ആ ഗോത്രങ്ങൾ അറിയപ്പെടുക. അങ്ങനെ 12 ഗോത്രങ്ങൾക്കായി ഇസ്രായേലിൽ സ്ഥലങ്ങൾ അവർ വിഭജിച്ചു കൊടുത്തു. യോർദാൻ നദി കടന്നപ്പോൾ അവിടെ 12 ശിലകൾ അവരെ സ്ഥാപിച്ചു. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. ആ 12 ഗോത്രങ്ങൾക്ക് ഉള്ള അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശുദ്ധലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തിന് മാത്രം സ്ഥലം വിഭജിച്ച് കൊടുത്തില്ല. കാരണം മറ്റു ഗോത്രക്കാർ ലേവി ഗോത്രത്തെ സംരക്ഷിക്കേണ്ടതായിരുന്നു. കാരണം അവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ വേർതിരിക്കപ്പെട്ടവരാണ് ലേവി ഗോത്രം. അതുകൊണ്ട് അവർക്ക് പ്രത്യേക അവകാശമായി സ്ഥലങ്ങളൊന്നും കൊടുത്തില്ല. പകരം മറ്റ് ഗോത്രങ്ങൾ ലേവി ഗോത്രത്തിന് ആവശ്യമായതെല്ലാം നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ നിയമം. ഗോത്രങ്ങളുടെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ സോളമന് ശേഷം ജെറോബോവാം ഇസ്രായേലിനെ ഭരിച്ചു. പക്ഷേ 12 ഗോത്രങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേൽ എന്ന പേരിൽ മാറുകയും യൂദ ബെഞ്ചമിൻ ഗോത്രം മറ്റൊരു ഭാഗമായി തുടരുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ രാജ്യവും യൂദ രാജ്യവുമായി ഇസ്രായേൽ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഗോത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. 12 എന്ന സംഖ്യയ്ക്ക് രക്ഷാ ചരിത്രത്തിൽ വലിയ അർത്ഥമുണ്ട്. കർത്താവ് വന്നിട്ട് ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അത് ദൈവജനത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ആരാധനാക്രമ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഗോത്രങ്ങളുടെ പേര് മോശ കല്ലിൽ കൊത്തുന്ന കാര്യം ആരാധനാ ഗാനത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാധന ഗാനങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുക. ആർക്കായി കാഴ്ചകൾ ഇവിടെയണയ്ക്കുന്നു ഭാഗ്യമവന്നേറ്റം മേൽസ്വർഗത്തിൽ അവൻ ഓർമ്മയതുണ്ടാകും. ഗോത്രപ്പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ കാൺമാൻ കല്ലുകളിൽ മൂശ കൊത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തൻ മൃതർ പേരുകളെ ഓർക്കാനും പള്ളിയിലിവിടെ
എഴുതാനും മേൽ സ്വർഗത്തിൽ മിശിഹാതൻ വരവിൽ തന്നോ അവർ മോദിപ്പാനും ചേർപ്പിൻ പ്രസ്തായിൽ. ഗോത്രപ്പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ്റെ മുൻപിൽ കാണത്തക്ക രീതിയിൽ കല്ലുകളിൽ മൂശ കൊത്തി യോർദാൻ നദി കടന്ന ഇസ്രായേൽ ജനം 12 കല്ലുകൾ സ്ഥാപിച്ച് 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതി വെച്ചു. അപ്പോൾ ഗാനവും പ്രാർത്ഥനയുമെല്ലാം ഈ പാഠത്തോട് ചേർന്ന് പോകുന്നതാണ്. അത് കുട്ടികളെ കൂടുതൽ ബോധ്യമാക്കി കൊടുക്കുക. 3-ാമത്തെ പാഠമാണ് ന്യായാധിപന്മാർ. സത്യത്തിൽ 1ഉം 2ഉം പാഠങ്ങൾ നമ്മൾ പഠിച്ച വിഷയങ്ങൾ തന്നെ അല്പം കൂടെ വിശദമായിട്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഗോത്രങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെക്കുറിച്ചും 2ാം പാഠങ്ങൾ അല്പം വിശദമായിട്ട് കൂടുതൽ പഠിച്ചു. ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ എത്തിയതിന് ശേഷം, ജോഷുവ മരിച്ചതിന് ശേഷം ഇസ്രായേലിനെ നയിച്ചത് ന്യായാധിപന്മാരായിരുന്നു. 3ാമത്തെ പാഠം ന്യായാധിപന്മാർ എന്ന പേരിലാണ്. അപ്പോൾ ഇസ്രായേലിനെ നയിച്ച ന്യായാധിപന്മാർ കനാൻ നാട്ടിൽ ഇസ്രായേലിന് എത്തിയതിന് ശേഷം അവരെ നയിച്ചത് ന്യായാധിപന്മാരായിരുന്നു. ന്യായാധിപന്മാരിൽ പ്രമുഖരായ ചിലരെ മാത്രമാണ് ഈ പുസ്തകത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. ഇപ്പം വിശുദ്ധ ലിഖിതത്തിൽ നിന്നും ഉൽപ്പത്തി, പുറപ്പാട് നമ്മൾ കണ്ടു. അതിൻ്റെ ചരിത്രം തുടരുന്നത് പിന്നീട് ജോഷുവയിലൂടെയാണ് നമുക്കറിയാം. ജോഷുവയുടെ വേദഭാഗം നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷമാണ് ന്യായാധിപന്മാർ, ഇസ്രായേലിനെ ഭരിച്ച ന്യായാധിപന്മാർ. ജോഷുവ കഴിഞ്ഞുള്ള ലിഖിതത്തിലെ പുസ്തകമാണല്ലോ ന്യായാധിപന്മാർ. ന്യായാധിപന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിച്ച നിമിഷങ്ങളാണ് 3ാമത്തെ പാഠത്തിലെ ചർച്ചാ വിഷയം. പ്രധാനപ്പെട്ട ന്യായാധിപന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിലെ പ്രവാചകയും ന്യായാധിപയുമായിരുന്നു ദെബോറ. കനാൻ രാജാവായ യാബിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ് ദെബോറായും ബാറാക്കും. ദെബോറായുടെ സഹായത്തോടെ ബാറാക്ക് കനാന്യരെ തോൽപ്പിക്കുന്നു. കർത്താവാണ് യുദ്ധം നയിക്കുകയും ഇസ്രായേലിന് വിജയം നൽകുകയും ചെയ്തത്. വളരെ കാലം അവൾ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ദെബോറ എന്ന ന്യായാധിപ. 2ാമത് നമ്മൾ കാണുന്നത് ഗിദെയോൻ. മിദ്യാൻകാർക്കെതിരെ യുദ്ധം നയിച്ച് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച ന്യായാധിപനായിരുന്നു ഗിദെയോൻ. ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ അശക്തനാണെന്ന് പറയരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാർ 6:16. ഗിദെയോന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളുടെ മേൽ കർത്താവ് വിജയം നൽകുന്നു. അങ്ങനെ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനുള്ള പരിപാലനം ദൈവം വെളിപ്പെടുത്തി. തുടർന്നും ഗിദെയോൻ ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നയിച്ചു. അടുത്താണ് ജെഫ്ത. അമോന്യർ ഇസ്രായേലിലെ ഗിലെയാദുകാരെ ആക്രമിച്ചപ്പോൾ ശക്തനും ധീരനുമായി മുൻപോട്ട് വന്ന ആളായിരുന്നു ജെഫ്ത. അമോന്യരെ ആക്രമിക്കാനായി കർത്താവിൻ്റെ പക്കൽ നിന്നും സഹായം തേടി കർത്താവ് ജെഫ്തായ്ക്ക് അമോന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. 6 വർഷം ജെഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അപ്പോൾ ദെബോറ, ഗിദെയോൻ, ജെഫ്ത. അടുത്താണ് സാംസൺ. സാംസനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടൊക്കെയുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇസ്രായേൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു എതിർപ്പായിരുന്നു ഫിലിസ്തീയരുടെ എതിർപ്പ്. എന്നാൽ ഫിലിസ്തീയരെ അതുപോലെ മറ്റ് രാജ്യക്കാരെയും തോൽപ്പിച്ച് ഇസ്രായേലിനെ സംരക്ഷിച്ച ന്യായാധിപനായിരുന്നു സാംസൺ. എന്നാൽ ദൈവം അവന് കൊടുത്ത ചില കൽപ്പനകൾ അവൻ ലംഘിച്ചത് മൂലം ദൈവത്തിൻ്റെ ശക്തി അവനിൽ നിന്നും ഇല്ലാതാവുകയാണ്. ദലീല എന്നു പേരായ ഫിലിസ്തീ യുവതിയെ സാംസൺ വിവാഹം കഴിക്കുകയും തൻ്റെ ശക്തിയുടെ രഹസ്യം തൻ്റെ മുടിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മുടി ഛേദിക്കുകയും അങ്ങനെ സാംസൻ്റെ ശക്തി ചോർന്നു പോവുകയൊക്കെ ചെയ്ത സംഭവം നാം പഠിച്ചിട്ടുള്ളതാണ്. വലിയൊരു ആഘോഷവേളയിൽ സാംസണെ പരിഹാസ വസ്തുവായി പ്രദർശിപ്പിക്കുകയും അപമാനിതനായി തീർന്ന സാംസൺ ഫിലിസ്തർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ദൈവത്തോട് ശക്തി യാചിക്കുകയും തന്നെ കെട്ടിയിട്ടിരുന്ന കെട്ടിടത്തിൻ്റെ തൂണുകൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവരോട് പ്രതികാരം ചെയ്യുന്നതും അങ്ങനെ സാംസൺ ഉൾപ്പെടെ എല്ലാവരും മരിക്കുന്നതുമായ രംഗമാണ് സാംസൻ്റെ ചരിത്രത്തിൽ നാം കാണുക. 20 വർഷത്തോളം സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവേൽ. എഫ്രായിം ഗോത്രത്തിൽപ്പെട്ട എൽക്കാനയുടെയും ഹന്നയുടെയും മകനായിരുന്നു സാമുവേൽ. സാമുവേൽ ഏലി എന്ന പുരോഹിതൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ സാമുവേൽ ലഭിക്കുന്നതും സാമുവേൽ എന്ന് വിളി കേട്ട്
സാമുവേൽ എഴുന്നേറ്റ് ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് എന്നെ വിളിച്ചു എന്ന് ചോദിക്കുന്നതും, വീണ്ടും പുരോഹിതൻ ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് വീണ്ടും സാമുവേലിനെ പറഞ്ഞു വിടുന്നു. വീണ്ടും സാമുവേൽ വിളി കേട്ട് ഏലിയുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഏലിക്ക് മനസ്സിലായി അത് ദൈവം വിളിക്കുന്നതാണ്. അപ്പോൾ ഏലി പറഞ്ഞു, ഇനിയും വിളിച്ചാൽ നീ മറുപടി പറയണം, കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ചവനായിരുന്നു സാമുവേൽ. സാമുവേൽ അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ന്യായാധിപനും പ്രവാചകനുമായ സാമുവേൽ. സാമുവേലിൻ്റെ ചരിത്രത്തിന് ശേഷമാണ്, സാമുവേലിനോട് കൂടിയാണ് ഇസ്രായേലിൽ ന്യായാധിപന്മാർ എന്നുള്ള ആ കാലഘട്ടം അവസാനിക്കുന്നതും രാജഭരണം ആരംഭിക്കുന്നതും. ഇപ്പോൾ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ചില ന്യായാധിപന്മാരെ മാത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടത്. നാലാമത്തെ പാഠം, ഇസ്രായേലിൽ രാജഭരണം. ന്യായാധിപന്മാരുടെ അവസാനത്തെ കണ്ണിയായിരുന്നു സാമുവേൽ. ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം സാമുവേലിൻ്റെ അടുക്കൽ നിരന്തരം പരാതിയുമായി വന്നു. അങ്ങനെ സാമുവേൽ ദൈവത്തോട് ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി സാവൂളിനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സാവൂളിനെ സാമുവേൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി വാഴിച്ചു. 1 സാമുവേൽ 9:16. നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്തീയരുടെ കരങ്ങളിൽ നിന്ന് അവരെ ഞാൻ രക്ഷിക്കും. അപ്പോൾ വിസ്തലിഹിതത്തിൽ നിന്നും ജോഷുവയുടെ പുസ്തകം നമ്മൾ കണ്ടു. ന്യായാധിപന്മാർ. ഇപ്പോൾ 1 സാമുവേലിൻ്റെ പുസ്തകം. സാമുവേൽ അഭിഷേകം ചെയ്യുന്നതും ആദ്യത്തെ രാജാവായി വാഴിക്കുന്നതും സാവൂൾ ജനത്തെ ഒന്നിച്ചുകൂട്ടി അമ്മോന്യരെ തോൽപ്പിക്കുന്നതും അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച സാവൂളിനെ ജനം ഒരിക്കൽ കൂടി രാജാവായി പ്രഖ്യാപിക്കുന്നുവെല്ലാം നമ്മൾ ഈ പാഠത്തിൽ കാണുന്നുണ്ട്. സാവൂളിൻ്റെ ഭരണത്തിൽ ഫിലിസ്തരെയും ചുറ്റുമുള്ള പല രാജ്യക്കാരെയും തോൽപ്പിക്കുകയും ഇസ്രായേൽ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. അങ്ങനെ നിരവധി യുദ്ധങ്ങൾ ജയിച്ച സാവൂൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി വാണു. എന്നാൽ സാവൂൾ ദൈവത്തിൽ നിന്നും പടിപടിയായി അകലുകയാണ്. തനിക്ക് അർഹതയില്ലാത്ത ബലി ധിക്കാരപൂർവ്വം സാവൂൾ അർപ്പിക്കുകയാണ്. നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. 1 സാമുവേൽ 15:26. ഈ ശിക്ഷാവധി സാവൂളിൻ്റെ രാജഭരണത്തിൻ്റെ അന്ത്യം കുറിച്ചു. സാവൂളിനെ കർത്താവ് തിരസ്കരിച്ചതിനാൽ പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവം സാമുവേലിനോട് പറയുകയാണ്. സാവൂളിന് പകരമായി ബേത്ലഹേംകാരനായ ജെസ്സയുടെ മകൻ ദാവീദിനെ ദൈവനിർദ്ദേശപ്രകാരം രാജാവായി സാമുവേൽ അഭിഷേകം ചെയ്തു. അഭിഷേകത്തെ തുടർന്ന് കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. 1 സാമുവേൽ 31. അവസാനം സാവൂളും ദാവീദും തമ്മിൽ അകലുകയും സാവൂൾ ദാവീദിനെ വധിക്കാനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരവധി തവണ പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. അവസാനം യുദ്ധത്തിൽ സാവൂൾ കൊല്ലപ്പെടുന്നു എന്ന് നമ്മൾ കാണും. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു സാവൂൾ. നല്ലൊരു ഭരണകർത്താവും സൈന്യാധിപനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ദൈവത്തെ അനുസരിക്കാതിരുന്നത് സാവൂളിൻ്റെ പരാജയത്തിന് കാരണമായി. പാഠം 5, രാജാവായ ദാവീദ്. സാവൂളിനെ തുടർന്ന് ദാവീദ് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായി. ഇസ്രായേലിലെ ഏറ്റവും ശക്തനും ദൈവത്തോട് ചേർന്ന് നിന്നവനുമായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. എൻ്റെ ഹൃദയത്തിന് ബോധിച്ചവൻ എന്ന് ദൈവം ദാവീദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. പാഠത്തിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സാമുവേൽ 16:1-2. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ സാവൂൾ രാജസ്ഥാനത്ത് നിന്ന് തിരസ്കൃതനായി. തുടർന്ന് ജനത്തെ നയിക്കുന്നതിനായി പുതിയൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം സാമുവേലിനോട് കൽപ്പിച്ചു. ദൈവം സാമുവേലിനോട് ഇപ്രകാരം അരുളി ചെയ്തു: കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. 1 സാമുവേൽ 16:1-2. കൽപ്പിച്ചതുപോലെ സാമുവേൽ ജെസ്സയുടെ പുത്രന്മാരെ വിളിച്ചു. 8 പുത്രന്മാരിൽ 7 പേര് സാമുവേൽ അടുക്കിലേക്ക് വന്നു. പക്ഷേ 7 പേരിലും ദൈവം സംപ്രീതനായില്ല എന്ന് സാമുവേലിന് മനസ്സിലായി. അവരാരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല.
എട്ടാമത്തെ മകൻ എവിടെയെന്ന് ചോദിച്ചു. അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്, അവൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അവനെ വിളിപ്പിച്ചു. ദാവീദ് വന്നപ്പോൾ കർത്താവ് സാമുവേലിനോട് അരുളിച്ചെയ്തു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ ദാവീദിനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു. ദാവീദും ഗോലിയാത്തും, ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതും അങ്ങനെ ഇസ്രായേൽ ജനത്തിനിടയിൽ വലിയ ശക്തനായ രാജാവായി തീരുന്നതുമൊക്കെ നമ്മൾ കാണുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ വളരെ നല്ലവനായി ദൈവഹിതമനുസരിച്ച് ജീവിച്ചെങ്കിലും നിരവധി രാജ്യങ്ങളെ തോൽപ്പിക്കുകയും ഇസ്രായേലിനെ വലിയ മഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായ പാപങ്ങൾ അവനെ തളർത്തി. ഊറിയ എന്ന പടയാളിയുടെ ഭാര്യ ബത്ശേബയിൽ ദാവീദിന് താല്പര്യം തോന്നുകയും തൻ്റെ രാജാധികാരി ഉപയോഗിച്ച് അവളെ സ്വന്തമാക്കുകയും ഊറിയായെ വധിക്കാൻ പദ്ധതി ഒരുക്കി വധിക്കുകയും അങ്ങനെ ബത്ശേബയെ ചതിയിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു. ദാവീദിൻ്റെ തെറ്റു മനസ്സിലാക്കിയ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് ദാവീദിനെ കുറ്റപ്പെടുത്തുന്ന സംഭവം നാം കഥയായി പഠിച്ചിട്ടുണ്ട്. ഒരു ധനികന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്തൊരു ദരിദ്രനുണ്ടായിരുന്നു, അവന് ഒരു പെണ്ണാട് മാത്രം. ധനികന് അതിഥികൾ വന്നപ്പോൾ വിരുന്നൊരുക്കാൻ അവന് അനേകം ആടുമാടുകളുണ്ടായിരുന്നിട്ടും അവയിലൊന്നിനെ കൊല്ലാതെ അയൽവക്കത്തുള്ള ദരിദ്രനായ ആ മനുഷ്യൻ്റെ ആ പെണ്ണാടിനെ കൊന്ന് വിരുന്നൊരുക്കി. ഇത് കേട്ട് രാജാവ് കോപിച്ചു. അവൻ ആരാണെങ്കിലും മരിക്കണം, എൻ്റെ രാജ്യത്തിൽ അങ്ങനെ തെറ്റിയതൊരാൾ ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ തെറ്റ് ചെയ്തത് നീ തന്നെയാണ്. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിന് ദാവീദ് പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ ഭാഗമായി എഴുതപ്പെട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്നു. 2 സാമുവേൽ 12:1-7 ദാവീദിൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള വലിയ ബോധ്യത്തിൽ ദാവീദ് ദൈവമുമ്പാകെ നിലവിളിക്കുന്നതും കർത്താവിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നതും ഒക്കെ നമ്മളെ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ശക്തിയോടെ നയിച്ച രാജാവായിരുന്നു അദ്ദേഹം. ദാവീദ് വൃദ്ധനായപ്പോൾ അധികാരം തൻ്റെ മകനായ സോളമനെ ഫലമേൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പുരോഹിതൻ വിശുദ്ധ കൂടാരത്തിൽ തൈലമെടുത്ത് സോളമനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിച്ചു. അങ്ങനെ സോളമൻ ഇസ്രായേലിനെ മഹത്വത്തിലേക്ക് നയിച്ചു. 6-ാമത്തെ പാഠം, ഇസ്രായേലും യൂദയായും. ഇസ്രായേൽ ചരിത്രത്തിലെ വളരെ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു സോളമൻ. സോളമൻ്റെ ജ്ഞാനം അക്കാലത്ത് ലോകമെല്ലാം അറിയപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. സോളമനാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ജെറുസലേം ദേവാലയം പണിയുന്നത്. ദാവീദ് ജെറുസലേം ദേവാലയം പണിയാൻ ആഗ്രഹിച്ചെങ്കിലും അത് സോളമനിലൂടെയാണ് ആ ആഗ്രഹം സാധ്യമാകുന്നത്. ഇപ്പോൾ സോളമൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും സുപ്രധാന നേട്ടങ്ങളൊന്നായിരുന്നു ജെറുസലേം ദേവാലയം പൂർത്തീകരിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ മതജീവിതത്തിൻ്റെ കേന്ദ്രമായി ജെറുസലേം ദേവാലയം മാറി. സോളമൻ്റെ ജ്ഞാനം ലോകം മുഴുവൻ അറിയപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിൻ്റെ കീർത്തി സോളമനിലൂടെ ലോകമെങ്ങും അറിയപ്പെട്ടു. സോളമൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് ദൈവം കൊടുത്ത കൃപയായിരുന്നു ഈ സോളമൻ്റെ ജ്ഞാനം. സോളമൻ്റെ ഭരണം വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ സോളമനും ക്രമേണ ദൈവത്തിൽ നിന്ന് അകന്നു. വിജാതി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവർ ദേവന്മാരെ പൂജിക്കുകയുമൊക്കെ ചെയ്തു. ദൈവം സോളമൻ ഇപ്രകാരം അരുളിച്ചെയ്യുകയാണ്, നിൻ്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിൻ്റെ ദാസന് നൽകും. രാജ്യം മുഴുവനും എടുത്തുകളയുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിൻ്റെ പുത്രന് ഒരു ഗോത്രം നൽകും. 1 രാജാക്കന്മാർ 11-13 വാക്യങ്ങൾ. 40 വർഷക്കാലം സോളമൻ ഇസ്രായേലിനെ നയിച്ചു. വളരെ ശക്തമായ സേനാവിഭാഗങ്ങളും മനോഹരമായ കൊട്ടാരങ്ങളും ദേവാലയവും സോളമൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഇസ്രായേലിൻ്റെ മഹത്വത്തെ ഉച്ചകോടിയിലെത്തിച്ച രാജാവായിരുന്നു സോളമൻ. സോളമൻ്റെ മരണത്തോടെ ഇസ്രായേലിൻ്റെ തകർച്ചയും പതുക്കെ ആരംഭിച്ചു. BC 931 സോളമൻ മരിക്കുന്നു.
സോളമൻ്റെ മരണത്തെ തുടർന്ന് ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. സോളമൻ്റെ മകനായ റഹോബോവാം ചുമതലയേൽക്കുന്നു. റഹോബോവാം ഭോഷത്വവും മർക്കടമുഷ്ടിയും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അതെല്ലാം വലിയ കലാപത്തിന് ഇടയാക്കി. സോളമൻ്റെ ഭരണകാലത്ത് വടക്കു ഭാഗത്തുള്ള ഗോത്രങ്ങൾ തെക്കു ഭാഗത്തുള്ള ഗോത്രങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ നികുതി കൊടുക്കേണ്ടതായിരുന്നു. റഹോബോവാം ചുമതലയേറ്റപ്പോൾ ഈ നികുതി കുറച്ചു കൊടുക്കണമെന്ന് രാജാവിനോട് അവരപേക്ഷിച്ചു. എന്നാൽ അവിവേകിയായ രാജാവ് ആ അഭ്യർത്ഥന സ്വീകരിച്ചില്ല. ഇതുമാത്രമല്ല, വടക്കു ഭാഗത്തുള്ളവർ നികുതി കൂടുതൽ കൂട്ടുകയും ചെയ്തു. തന്മൂലം റഹോബോവാമിൻ്റെ അധികാരത്തിന് കീഴിൽ ഇനി തുടരേണ്ടതില്ലെന്ന് വടക്കു ഭാഗത്തുള്ള ഇസ്രായേൽ ഗോത്രങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 12 ഗോത്രങ്ങൾ ഉള്ളതിൽ 10 ഗോത്രങ്ങൾ റഹോബോവാമിൻ്റെ അധികാരത്തിൽ നിന്നും വിട്ടുനിന്നു. ഈ അവസരത്തിലാണ് സോളമൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായിരുന്ന ജെറോബോവാം ഇസ്രായേൽ തിരിച്ചെത്തുകയും മാറി നിന്ന ഈ 10 ഗോത്രങ്ങളുടെ രാജാവായി അദ്ദേഹം മാറുകയും ചെയ്തു. അപ്പോൾ ജൂദ, ബെഞ്ചമിൻ എന്നീ 2 ഗോത്രങ്ങൾ മാത്രമാണ് റഹോബോവാമിൻ്റെ കീഴിലുണ്ടായിരുന്നത്. എന്നാൽ ബാക്കി 10 ഗോത്രങ്ങൾ ജെറോബോവാമിൻ്റെ അധീനത്തിലായി. BC 931 ഇസ്രായേൽ ജനം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേൽ എന്നും യൂദാ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് യൂദാ രാജ്യമെന്നും രണ്ടായി ഇസ്രായേൽ ജനം വിഭജിക്കപ്പെട്ടു. BC 931 സ്ഥാപിതമായ ഇസ്രായേൽ BC 722 അസീറിയൻ ആധിപത്യത്തിൽ കീഴിലായി. പ്രതാപത്തിന് ഉന്നതിയിലായിരുന്ന ഒരു രാജ്യം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നിപതിക്കുന്ന ചരിത്രമാണ് ഇസ്രായേലിൻ്റേത്. ഇസ്രായേലിനെ ഭരിച്ച അവസാനത്തെ രാജാവായിരുന്നു ഹോസിയ. BC 734 മുതൽ 724 വരെ. അക്കാലത്ത് അസീറിയക്കാർ ഇസ്രായേലിലെ വിവിധ നഗരങ്ങൾ പിടിച്ചടക്കി. അവസാനം സമറിയ പട്ടണവും. അതോടെ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കൻ രാജ്യമായ ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി. അസീറിയക്കാരുടെ ഭരണത്തിന് കീഴിലായി. യൂദാ രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു ജെറുസലേം. ജെറുസലേം യൂദാ രാജ്യത്തിൻ്റെ ആകർഷണ കേന്ദ്രവുമായിരുന്നു. യൂദയായിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരും ദൈവത്തോട് വേണ്ടത്ര വിശ്വസ്തരായിരുന്നില്ല. BC 587 ബാബിലോൺ രാജാവായിരുന്ന നബുക്കദ്നേസർ യൂദ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അങ്ങനെ യൂദായെ ബാബിലോണിൻ്റെ അടിമത്തത്തിലാക്കുകയും ചെയ്തു. അങ്ങനെ യൂദയായും ഇസ്രായേലും അടിമത്തത്തിന് കീഴിലായി. അങ്ങനെ യൂദയായും ബാബിലോൺ പ്രവാസത്തിലായി. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അവർ അന്യദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദൈവത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനത്തെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ. രാജാക്കന്മാരുടെ കാലത്തോടുകൂടി ഇസ്രായേലിൽ പ്രവാചകന്മാരും ക്രമേണ ഉദയം ചെയ്തു. അങ്ങനെ രാജഭരണത്തോടൊപ്പം പ്രവാചകന്മാരുടെ കാലഘട്ടവും ഇസ്രായേലിൽ ആരംഭിച്ചു. അടുത്തതായിട്ട് നാം കാണുന്നത് 7ാമത്തെ പാഠമാണ്. ഇസ്രായേലിൽ പ്രവാചകന്മാരുടെ കാലഘട്ടം. നമുക്കറിയാം, രാജഭരണത്തോടൊപ്പം പ്രവാചകന്മാരുടെ കാലവും ആരംഭിക്കുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും അറിയപ്പെട്ട, ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ. തുടർന്ന് ഏലിഷായി. ഹീബ്രുവിൽ നബി എന്ന പദമാണ് പ്രവാചകൻ എന്നതിന് ഉപയോഗിച്ചിരുന്നത്. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന ആൾ. അതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി സംസാരിക്കുകയും ദൈവഹിതം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു പ്രവാചകന്മാർ. ദൈവം നേരിട്ട് വിളിച്ച് വേർതിരിച്ചവരാണ് പ്രവാചകന്മാരെന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. പ്രവാചകന്മാരെ ദൈവപുരുഷന്മാരായിട്ടാണ് കരുതിയിരുന്നത്. ദൈവകൽപ്പനകൾ അനുസരിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുവാനും പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ നിരന്തരം പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേലിനെ അറിയിച്ചു കൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ സ്വന്തം പേരിൽ പുസ്തകങ്ങൾ ഉള്ള പ്രവാചകന്മാരെ കാനോനിക പ്രവാചകന്മാർ അല്ലെങ്കിൽ ലേഖക പ്രവാചകന്മാർ എന്നു വിളിച്ചിരുന്നു.
എന്നാൽ സ്വന്തം പേരിൽ പുസ്തകമില്ലാത്തവരെ അകാനോനിക പ്രവാചകന്മാർ അഥവാ അലേഖക പ്രവാചകന്മാർ എന്നും വിളിച്ചിരുന്നു. ഏലിയായും എലീഷായും ഇസ്രായേൽ അറിയപ്പെടുന്ന 2 പ്രവാചകന്മാർ ആണെങ്കിലും അവരുടെ പേരിൽ അവർ സ്വന്തമായിട്ട് എഴുതിയ പുസ്തകങ്ങളില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാണുക. ഈ 7-ാമത്തെ പാഠം ഏലിയായെക്കുറിച്ചും എലീഷായെക്കുറിച്ചുമുള്ള പാഠങ്ങളാണ്. BC 870-നും 850-നും ഇടയ്ക്കാണ് ഏലിയ പ്രവാചക ദൗത്യം ആരംഭിക്കുക. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചകനും ആഹാബ് രാജാവുമായിട്ടുള്ള പ്രശ്നങ്ങളും ആഹാബ് രാജാവ് ബാൽദേവിന് വേണ്ടി ബലിപീഠമുണ്ടാക്കുകയും പൂജാപീഠങ്ങൾ ഉണ്ടാക്കുകയും ബലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്തതിനെ എതിർക്കുകയും അങ്ങനെ ആഹാബ് രാജാവുമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ തുടർന്ന് നമുക്ക് ആ പാഠത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയ. അങ്ങനെ ഏലിയ കർത്താവിൻ്റെ പ്രവാചകനായി ജീവിച്ചു. കർത്താവിന് വേണ്ടി ജീവിച്ച ഏലിയായെ ദൈവം ഒരു അഗ്നിരഥത്തിലൂടെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്നാണ് വിശുദ്ധലിഖിതം നമ്മോട് പറയുക. ഏലിയയുടെ പിൻഗാമിയായിരുന്നു എലീഷ. എലീഷ കടന്നുപോയപ്പോൾ ഏലിയ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിച്ചു എന്നാണ്. ദൈവം രക്ഷിച്ചു. എലീഷ തൻ്റെ പ്രവാചക കാലഘട്ടത്തിൽ രോഗികളും ദരിദ്രവുമായിരുന്ന അനേകർക്ക് അത്ഭുത പ്രവർത്തനങ്ങളുടെ ആശ്വാസം നൽകിയതായി നാം വായിക്കുന്നു. കുഷ്ഠരോഗിയായ സിറിയക്കാരെ നാമാനെ പ്രവാചകൻ സുഖപ്പെടുത്തുന്നതായി നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച എലീഷ ദൈവത്തിന് ജനത്തോടുള്ള കാരുണ്യവും പരിപാലനവും നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. 8-ാമത്തെ പാഠത്തിൽ പ്രവാചകന്മാരെ പൊതുവായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലേഖക പ്രവാചകന്മാർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരെയാണ് 8-ാമത്തെ പാഠത്തിൽ അവതരിപ്പിച്ചിരിക്കുക. പ്രവാചകന്മാരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യെശയ്യാ പ്രവാചകൻ. BC 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് യെശയ്യാ ദൗത്യമേൽക്കുക. യെശയ്യാ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷ എന്നാണ്. യെശയ്യായ്ക്ക് ദർശനമുണ്ടാകുന്നതും തീക്കനൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ച് അവനെ ശുദ്ധീകരിക്കുന്നതും യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് ക്രമമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം നമ്മൾ കണ്ടു, സാമുവേലിൻ്റെ പുസ്തകം കണ്ടു, 1-2 രാജാക്കന്മാരുടെ പുസ്തകം കണ്ടു. അതിനുശേഷം പ്രവാചകന്മാരിലേക്ക് വരികയാണ്. യെശയ്യാ പ്രവാചകൻ രക്ഷകനായ യേശുവിനെ സംബന്ധിച്ച ധാരാളം പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകൻ്റേത്. അടുത്തായി നമ്മൾ കാണുന്നത് ജെറമിയ പ്രവാചകൻ. ഇസ്രായേൽ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രവാചകനായിരുന്നു ജെറമിയ. ജെറമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഉയർത്തട്ടെ. യൂദയായിൽ മതനവീകരണം നടത്തിയ ജോസിയ രാജാവിൻ്റെ കാലത്താണ് പ്രവാചകനായുള്ള വിളി ജെറമിയായ്ക്ക് ലഭിക്കുന്നത്. ഏകദേശം 40 വർഷക്കാലം ജെറമിയ ഇസ്രായേൽ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചു. വിഗ്രഹാരാധനയും അനീതിയും നിറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കർത്താവിനെ വേദനിപ്പിച്ച് ജനത്തെ ദൈവം ശിക്ഷിക്കുമെന്ന് നിരന്തരം ജെറമിയ പ്രവചിച്ചുകൊണ്ടിരുന്നു. തിരിച്ചു വന്നാൽ അവിടുന്ന് രക്ഷിക്കുമെന്നും അവർക്ക് പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുരോഹിത വൃന്ദത്തെയും അധികാര വൃന്ദത്തെയും ജെറമിയ പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. BC 587 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദാ നിവാസികളെ ബന്ധിതരായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ അവസരത്തിൽ യൂദയായിൽ അവശേഷിച്ചിരുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെ നിന്ന് അവർക്ക് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പ്രവാചകനായ ജെറമിയ. ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജെറമിയായ ജനം കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് പാരമ്പര്യം. മറ്റൊരു പ്രവാചകനാണ് എസെക്കിയേൽ പ്രവാചകൻ. BC 593 മുതൽ 573 വരെ ഇസ്രായേൽ പ്രവാചക ധർമ്മം നിർവഹിച്ച വ്യക്തിയായിരുന്നു എസെക്കിയേൽ. എസെക്കിയേൽ ഒരേ സമയം തന്നെ പ്രവാചകനും പുരോഹിതനുമായിരുന്നു. 20 വർഷത്തോളം എസെക്കിയേൽ തൻ്റെ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചു. ഇസ്രായേലിൻ്റെ മറ്റൊരു പ്രവാചകനായിരുന്നു ദാനിയേൽ. ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ രാജസേവനത്തിനായി ദാനിയേലും കൂട്ടരും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജാതിയുടെ ആചാരങ്ങളും പരിശീലനവും നിർബന്ധമായിരുന്നിട്ടും യഹൂദ ആചാരത്തിലും സത്യവിശ്വാസത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ദാനിയേൽ കൊട്ടാരത്തിൽ ജീവിച്ചു.
ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുന്നതും എന്നാൽ ദൈവം ദാനിയേലിനെ സംരക്ഷിക്കുന്നതുമെല്ലാം നാം വിശുദ്ധലിഖിതത്തിൽ വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 14:38 ദൈവത്തിൽ തൻ്റെ വിശ്വാസം മൂലം തൻ്റെ ജീവൻ ദൈവത്തിന് ബലി കഴിക്കുന്നതിന് പോലും ദാനിയേൽ തൽപരനായി. ദാനിയേലിൻ്റെയും അദ്ദേഹത്തിൻ്റെ 3 കൂട്ടുകാരുടെയും ഉറച്ച ദൈവവിശ്വാസവും ഭക്തിയും യഹൂദ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുള്ള നിഷ്ഠയും വിജാതിയർക്ക് പോലും മാതൃകയായിരുന്നു. 9ാമത്തെ പാഠം ചെറിയ പ്രവാചകന്മാർ. പാഠം 9 ചെറിയ പ്രവാചകന്മാർ. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട വലിയ പ്രവാചകന്മാരെയാണ് 8ാമത്തെ പാഠത്തിൽ കണ്ടത്. 9ാമത്തെ പാഠത്തിൽ ചെറിയ പ്രവാചകന്മാർ. ഹോസിയ പ്രവാചകൻ. ഹോസിയ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു. BC 8ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ് ഹോസിയ തൻ്റെ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നത്. തുടർന്ന് ആമോസ് പ്രവാചകൻ, യോന പ്രവാചകൻ, മീക്ക പ്രവാചകൻ. കൂടാതെ മറ്റ് പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ജോയേൽ, ഒബദിയ, നാഹൂം, ഹബക്കൂക്ക്, സഫാനിയ, ഹഗായി, സക്കറിയ, മലാക്കി എന്നീ ചെറിയ പ്രവാചകന്മാരും ഇസ്രായേൽ ചരിത്രത്തിൽ പ്രവാചക ദൗത്യം നിർവഹിച്ചവരാണ്. ഇസ്രായേലിനുള്ള ശിക്ഷയും രക്ഷയും ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കാരുണ്യവും സ്നേഹവും പ്രഘോഷിച്ചവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സ്വരം ആയിരുന്നു. പല അവസരങ്ങളിലും ജനം പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ദൈവം തങ്ങളെ ഫലമേൽപ്പിച്ച ദൗത്യത്തിൽ അവർ നിലനിന്നു. പ്രതാപത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയ ജനത്തെ പുനരുജ്ജീവിപ്പിച്ച് നയിച്ചത് പ്രവാചകന്മാരായിരുന്നു. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലൂടെ ജനത്തെ പ്രത്യാശയിൽ നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചു. 10ാമത്തെ പാഠം പ്രവാസം മുതൽ രക്ഷകൻ്റെ ആഗമനം വരെ. യൂദയായിലെയും ജെറുസലേമിലെയും ജനം ബാബിലോൺ അടിമത്തത്തിലായി. BC 587 മുതൽ 538 വരെ ദൈവജനം പ്രവാസികളായി ബാബിലോണിൽ കഴിഞ്ഞു. പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോൺ കീഴടക്കുകയും BC 538 ജെറുസലേമിലേക്ക് തിരികെ പോകുവാൻ ഇസ്രായേൽക്കാരെ അനുവദിക്കുകയും ചെയ്തു. ജെറുസലേമിലെത്തിയ ജനം പേർഷ്യൻ ആധിപത്യത്തിലാണ് കഴിഞ്ഞത്. അവർക്ക് ജെറുസലേമിൽ തിരികെ വരാൻ പറ്റിയെങ്കിലും അവർ വീണ്ടും പേർഷ്യൻ ആധിപത്യത്തിൽ തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം യഹൂദർ എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെട്ടു. ജെറുസലേമിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയായത് ജെറുസലേം പുനർനിർമ്മിച്ചതോടെയാണ്. BC 516 അവർ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്ന ജനത്തെ മതാത്മക ജീവിതത്തിൽ ഉറപ്പിക്കുവാനും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും നേതൃത്വം നൽകിയവരായിരുന്നു എസ്ര, നെഹമിയ എന്നീ പ്രവാചകന്മാർ. 2 നൂറ്റാണ്ടുകാലം ഇസ്രായേൽ ജനം പേർഷ്യൻ ആധിപത്യത്തിൽ കഴിഞ്ഞു. BC 332 അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഗ്രീക്കുകാർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചു. ഇസ്രായേൽ ജനം അധിവസിച്ച സ്ഥലം പലസ്തീന എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയപ്പെട്ടിരുന്നു. അലക്സാണ്ടറുടെ മരണശേഷം BC 301 ഈജിപ്തിലെ ഗ്രീക്ക് ഭരണാധികാരിയായ ടോളമി ഒന്നാമൻ പലസ്തീന കീഴടക്കി. ഗ്രീക്കുകാരുടെ ജീവിത രീതിയും സംസ്കാരവും യഹൂദരെ വളരെയധികം ഈ കാലഘട്ടത്തിൽ സ്വാധീനിച്ചു. സന്തുഷ്ടവും സുഖപ്രദവുമായ ജീവിതം നയിക്കുവാൻ യഹൂദർ താല്പര്യപ്പെട്ടു. പാലസ്തീനയ്ക്ക് വെളിയിലേക്ക് യഹൂദർ ധാരാളമായി കുടിയേറി തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. BC 198 സിറിയയിലെ ഗ്രീക്ക് രാജാവായ അന്ത്യോക്കസ് മൂന്നാമൻ പാലസ്തീന കീഴടക്കി. അദ്ദേഹത്തിന് പിൻഗാമിയായ അന്ത്യോക്കസ് എപ്പിഫാനസ് യഹൂദരുടെ മേൽ ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും മതാചാരങ്ങളും വിഗ്രഹാരാധനയും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ വിജാതിയുടെ ജീവിത രീതി അവലംബിക്കുവാൻ ദൈവജനം നിർബന്ധിതരായി. കഠിനമായ മതമർദ്ദനത്തിലും പീഡനത്തിലും ഇസ്രായേൽ ജനം വളരെയേറെ സഹിക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ ഗ്രീക്കാർ മതമർദ്ദനത്തെ നേരിടുവാൻ കുറേ യഹൂദർ തയ്യാറായി. അവർക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു മക്കബായോസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നവരാണ് മക്കബായക്കാർ എന്നറിയപ്പെട്ടത്. മക്കബായക്കാരുടെ പുസ്തകം വിശുദ്ധലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട്. മക്കബായക്കാരുടെ നേതൃത്വത്തിൽ യഹൂദജനം BC 165 വിജയം നേടുകയും ജെറുസലേം പുനരുദ്ധരിക്കുകയും ചെയ്തു. 1 നൂറ്റാണ്ട് കഴിഞ്ഞ് BC 63 റോമൻ സൈന്യാധിപനായ പൊമ്പെ പലസ്തീന കീഴടക്കി. അങ്ങനെ റോമൻ ആധിപത്യത്തിലായി പലസ്തീന. ഇസ്രായേൽ ജനം യേശുവിൻ്റെ ജനകാലത്ത് പലസ്തീന റോമൻ ആധിപത്യത്തിലായിരുന്നു. BC 37 ഹെറോദേസ് പലസ്തീനയുടെ രാജാവായി. ഇസ്രായേൽ ജനം വിദേശാധിപത്യത്തിലായിരുന്നെങ്കിലും അവർക്ക് രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ പ്രവാചകന്മാരുടെ അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ പ്രത്യാശ ഉള്ള ഒരു ജനതയായി പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ ഒന്നിച്ചു നിർത്തി. പാഠം 11 മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. പഴയ നിയമത്തിലെ ഏകദേശം എല്ലാ പുസ്തകങ്ങളും ചരിത്രപരമായ പുസ്തകങ്ങളെല്ലാം നമ്മൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി.
പഴയ നിയമത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. തോറ, പഞ്ചഗ്രന്ഥി, നബിയും, പ്രവാചക പുസ്തകങ്ങൾ, കെത്തുബീം, ലിഖിതങ്ങൾ. ഇതിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ബന്ധപ്പെടുത്തിയുള്ള ഏകദേശം എല്ലാ പുസ്തകങ്ങളും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. 11ാം പാഠം മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. മിശിഹ അതിൻ്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്തു എന്ന് പറയുക. മിശിഹ എന്നതിൻ്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്തു, ക്രൈസ്റ്റ്. പഴയ നിയമകാലത്ത് തങ്ങൾക്കായി മിശിഹ പിറക്കുമെന്നുള്ള വിശ്വാസം ഇസ്രായേൽ ജനത്തിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിരുന്നു. തങ്ങളെ രക്ഷിക്കുവാനായി മിശിഹ വരും, അഭിഷിക്തൻ വരും. പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും പഴയ നിയമകാലത്ത് പ്രത്യേകമായി അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഏലിയായേക്കാൾ വലിയ പ്രവാചകനായ ഒരു പ്രവാചകൻ, ദാവീദിനേക്കാൾ ശക്തനായ രാജാവായ ഒരു വ്യക്തി, അഹ്റോനേക്കാൾ വലിയവനായ പുരോഹിതൻ, അങ്ങനെ പ്രവാചക, പുരോഹിത, രാജകീയ വ്യക്തിത്വങ്ങളുടെ നിറകുടമായ ശക്തനായി ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ കഴിവുള്ള അഭിഷിക്തൻ വരുമെന്ന് വലിയ പ്രത്യാശ ഇസ്രായേൽ ജനത്തിനിടയിലുണ്ടായി. പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകളിൽ ഈ മിശിഹായെക്കുറിച്ചുള്ള നിരവധി പ്രതീക്ഷകൾ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്നു. ദാവീദിന്റെ വംശത്തിലാണ് മിശിഹ ജനിക്കുന്നതെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചു. മിശിഹായെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രവചനം ഏഷ്യാഡ് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്നേ വിളിക്കപ്പെടും. ഏഷ്യ 7:14. മറ്റ് നിരവധി പ്രവചനങ്ങളും മിശിഹായെക്കുറിച്ച് ഏഷ്യ നടത്തുന്നുണ്ട്. മീഖാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: ബേത്ലഹേം, എഫ്രാത്ത, യൂദാഭവനങ്ങൾ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. മീഖ 5:2. യെരമ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. എസെക്കിയേൽ ഇങ്ങനെ പ്രവചിച്ചു: വരാനിരിക്കുന്ന ജനത്തിൻ്റെ ഇടയനായിരിക്കും മിശിഹ. എസെക്കിയേൽ 34:24-25. സഖറിയായുടെ പ്രവചനങ്ങൾ നാം ഇത് കാണുന്നുണ്ട്. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വീഴുന്നു. സഖറിയ 9:9. ഉൽപ്പത്തി 49:10 ഇപ്രകാരം വായിക്കുന്നു: ചെങ്കോൽ യൂദയായി വിട്ടു പോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അഭിഷിക്തനാണ് മിശിഹ എന്ന് വ്യക്തമാക്കുന്നതാണ് 89-ാം സങ്കീർത്തനം 20 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ രക്ഷ സാധ്യമാകുന്നത് ദാവീദിന്റെ വംശത്തിലൂടെ ആയിരിക്കുമെന്ന് ഇവിടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് യേശുവിലാണ്. അങ്ങനെ യേശുവിൻ്റെ ജനനത്തോടുകൂടി മിശിഹായെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷ പൂവണിയുകയാണ്. യേശു ഇസ്രായേലിൻ്റെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും രക്ഷകനും മിശിഹായുമാണ്. അപ്പോൾ യേശു മിശിഹായുടെ ജനനം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇനിയും 7ാം ക്ലാസ്സിൽ ബൈബിളിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നതാണ്. 6ാം ക്ലാസ്സിൻ്റെ 2ാം ഭാഗം ആരാധനക്രമം, 11 പാഠങ്ങൾ ബൈബിള് അവസാനിച്ചു. അടുത്ത ഭാഗം ആരാധനക്രമം 2ാം ഭാഗം 12 മുതൽ 17 വരെയുള്ള പാഠങ്ങളാണ് ആരാധനക്രമത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. 6 പാഠങ്ങൾ ആരാധനക്രമത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 6 പാഠങ്ങളിലായിട്ട് വിശുദ്ധ കുർബാനയുടെ ആമുഖം, വിശുദ്ധ കുർബാനയുടെ ഘടന, വിശുദ്ധ കുർബാന ഗാനങ്ങൾ, വീടുകൂദാശ, ശവസംസ്കാര ശുശ്രൂഷ, നോമ്പും ഉപവാസവും, ഇങ്ങനെ 6 പ്രത്യേക വിഷയങ്ങളാണ് 6 പാഠങ്ങളിലായിട്ട് ചർച്ച ചെയ്യുക. ഒന്നാമതായിട്ട് 12ാമത്തെ പാഠം വിശുദ്ധ കുർബാന ആമുഖം. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ആമുഖ പാഠമാണ് നമ്മൾ പഠിക്കുക. നേരത്തെ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുട്ടിക്ക് പൊതുവായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 12ാം ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര കാര്യങ്ങളാണ്. പഴയ നിയമത്തിലെ ബലി, പുതിയ നിയമത്തിലെ ബലി, കർത്താവ് പെസഹ അനുഷ്ഠിച്ചപ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ സംഭവം, പഴയ നിയമത്തിലെ ബലിയുടെ തുടർച്ച യേശു പെസഹായിൽ നിർവഹിക്കുന്നു. പെസഹ എന്നത് കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ ഒരു അടയാളമായിരുന്നു, സൂചനയായിരുന്നു. അങ്ങനെ കർത്താവ് കുർബാന സ്ഥാപിക്കുന്നതും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാരെ ഭയമേൽപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് 12ാമത്തെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുക. ക്രിസ്തു ജീവിതത്തിൽ കുർബാനയുടെ പ്രാധാന്യത്തെയും ഈ പാഠം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. 13ാമത്തെ പാഠത്തിൽ വിശുദ്ധ കുർബാനയുടെ ഘടന, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ 7ാമത്തെ എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ 6ാമത്തെ ക്ലാസ്സിൽ കുർബാനയെക്കുറിച്ച് കുട്ടികൾക്ക്
വളരെ സമഗ്രമായിട്ട് ഒറ്റപ്പാഠത്തിൽ കുർബാനയുടെ ഒരു ഘടന പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് 4 പാഠങ്ങൾ വളരെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒറ്റ പാഠത്തിൽ വിശുദ്ധ കുർബാനയുടെ ഘടന അടിസ്ഥാനപരമായിട്ട് കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി രഹസ്യമായി ഒരുക്ക ശുശ്രൂഷ, അതിനകത്ത് മൽക്കിസദേക്കിൻ്റെ ക്രമം, അഹ്റോൻ്റെ ക്രമം. 2ാം ഭാഗം പരസ്യ ശുശ്രൂഷ, പ്രാരംഭ ശുശ്രൂഷ അഥവാ സ്ഥാനാർത്ഥികളുടെ ശുശ്രൂഷ, വേദപുസ്തക വായനകൾ, പാപപരിഹാര പ്രാർത്ഥനകൾ, തൂക്കുറ്റി വാഴ്വ്, അനാഫുറ അഥവാ വിശ്വാസികളുടെ ശുശ്രൂഷ, അതിനകത്ത് സമാധാന പ്രാർത്ഥന, മാലാഖമാരുടെ സ്തുതിപ്പ്, വിശുദ്ധ കുർബാന സ്ഥാപനം, ഓർമ്മയാചരണം, റൂഹാക്ഷണം, മധ്യസ്ഥ പ്രാർത്ഥന, അപ്പം മുറിക്കുന്ന ശുശ്രൂഷ, കർത്തൃപ്രാർത്ഥന, തിരിശരക്തങ്ങളുടെ ആഘോഷം, തിരിശരക്തങ്ങളുടെ സ്വീകരണവും കൃതജ്ഞതാ പ്രകടനവും, സമാപന ആശീർവാദം. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഒരു ഘടന തുടക്കം മുതൽ അവസാനം വരെ ഒറ്റപ്പാഠത്തിൽ സമഗ്രമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 14ാമത്തെ പാഠം വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾ. വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന ഗാനങ്ങൾ അത് ഗീതമായതുകൊണ്ട്, പദ്യമായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും പൂർണ്ണമായിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാൻ ഇടയില്ല. അതുകൊണ്ട് ആ ഗാനങ്ങളുടെ കൃത്യമായ അർത്ഥം, ഓരോ പാട്ടിൻ്റെയും അർത്ഥം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഉള്ളുനിറഞ്ഞൊരീശോ, അതിൻ്റെ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ വരെയുള്ള സ്റ്റാൻസകളുടെ അർത്ഥം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വേദഭാഗം ഉൾപ്പെടെ. പൂവിലെ ശേഷം അതിൻ്റെ വേദഭാഗം ഉൾപ്പെടെ അപ്പോസ്തല പ്രവർത്തനം 2:1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 16, 15, 20 വാക്യങ്ങൾ, അതൊക്കെ കണക്ട് ചെയ്താണ് പാട്ട് ക്രമീകരിച്ചിരിക്കുക. പൗലോസ്ലീഹ ഗലാത്യ 1:8 ദൈവജനനി എന്നുള്ള ഗാനം, അൻപടയോനി എന്നുള്ള ഗാനം, ദൈവസൂതന്മാരാവാൻ നാഥാകൃപ ചെയ്യണം അലിവാൻ, സുദൈവത്തിന് ഉയരത്തിൽ ഭൂവാകെ നമിക്കും നിന്നെ, കാഴ്ചതിൽ കർത്താവേ അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു, എൻ്റെ കടങ്ങളെ ശേഷം. ഈ എല്ലാ ഗാനങ്ങളും കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന എല്ലാ ഗാനങ്ങളുടെയും ഒരു വ്യാഖ്യാനം, അർത്ഥം പ്രത്യേകമായിട്ട് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നു. 15ാമത്തെ പാഠം വീട് കൂദാശ. നമുക്കറിയാം സഭയിൽ 7 കൂദാശകളാണുള്ളത്. 7 കൂദാശകൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 4ാമത്തെ ക്ലാസ് മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗീലേപനം, വിവാഹം, തിരുപ്പട്ടം. അങ്ങനെ 7 കൂദാശകളാണ് സഭയിലുള്ളത്. എന്നാൽ വീട് കൂദാശ എന്ന് പറയുമ്പോൾ അതിനെ ആ കൂദാശയുടെ തലത്തിലാണ് നമ്മൾ കാണുക. അതിനെ സാക്രമെൻ്റൽസ്, കൂദാശാനുകരണങ്ങൾ എന്ന പേരിലാണ് നമ്മൾ മനസ്സിലാക്കുക. അവിടെയും കർത്താവിൻ്റെ ഇടപെടലും ഒക്കെയുണ്ട്. എങ്കിലും അതിനെ 7 കൂദാശയുടെ തലത്തിലേക്ക് നമ്മൾ കാണുന്നില്ല. കൂദാശാനുകരണങ്ങൾ, സാക്രമെൻ്റൽസ്. 7 കൂദാശയിലെ സാക്രമെൻസ് ഒന്നും കൂദാശ പോലെ അനുഷ്ഠിക്കുന്ന മറ്റ് കൂദാശകളെ കൂദാശാനുകരണങ്ങൾ എന്ന പേരിലും സാക്രമെൻ്റൽസ് എന്ന പേരിലും നാം മനസ്സിലാക്കും. വീട് കൂദാശ, കാദേശ് എന്ന സുറിയാനി വാക്കിൽ നിന്നാണ് കൂദാശ് എന്ന വാക്കുണ്ടായത്. കൂദാശ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുക എന്നാണ്. നമ്മളിതിനെക്കുറിച്ച് 4ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ വീട് കൂദാശ, ഭവനാശീർവാദ, അതിൻ്റെ അകത്തെ ലിറ്റർജിക്കൽ ടെക്സ്റ്റ് എടുത്ത് വെച്ച് അതിനകത്തെ പ്രാരംഭ പ്രാർത്ഥനയും പാട്ടും ശുശ്രൂഷകളെല്ലാം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ പുരോഹിതൻ വന്ന് നടത്തുന്ന ശുശ്രൂഷയാണ്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടിയാണ് അങ്ങനെ പാഠം തന്നെ പ്രത്യേകമായിട്ട് വീട് കൂദാശ എന്ന് പറഞ്ഞ പേരിൽ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കും. 16ാമത്തെ പാഠം ശവസംസ്കാര ശുശ്രൂഷ. അതും സാക്രമെൻ്റൽസിൽ പെടുന്നു, കൂദാശാനുകരണങ്ങളിൽ പെടുന്നതാണ് ശവസംസ്കാര ശുശ്രൂഷ. നമ്മളെല്ലാവരും പലപ്പോഴും പങ്കെടുക്കുന്നതാണ് ശവസംസ്കാര ശുശ്രൂഷ. എന്താണ് ശവസംസ്കാര ശുശ്രൂഷ? മരണം, മരണാനന്തര ജീവിതം, ശവസംസ്കാരം മലങ്കര ക്രമത്തിൽ, പരേതരുടെ ഓർമ്മ മലങ്കര ക്രമത്തിൽ, ഇക്കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മക്കളേപ്പൻ കൃപ ചെയ്തു പോലെ എന്നുള്ള പരേതരുടെ കുക്കുലിയോൻ പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ് 16ാമത്തെ പാഠം. 17ാമത്തെ പാഠം നോമ്പും ഉപവാസവും. മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോമ്പ്, ഉപവാസം. നമ്മൾ കഴിഞ്ഞ ആദ്യ എപ്പിസോഡുകളിൽ അത് കൃത്യമായിട്ട് പഠിച്ചതാണ്. മലങ്കര സഭയുടെ ആധ്യാത്മികതയിൽ നോമ്പ് ഉപവാസത്തിൻ്റെയും പ്രാധാന്യം, ഏതൊക്കെ നോമ്പുകളാണ് സഭ അനുഷ്ഠിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ആ കാര്യം 6ാമത്തെ ക്ലാസ്സിൽ കുട്ടിയെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. നോമ്പ് ഉപവാസവും വിശുദ്ധ ഗ്രന്ഥത്തിൽ, നോമ്പ് ഉപവാസവും സഭയിൽ മലങ്കര സഭയിലെ പ്രധാനപ്പെട്ട നോമ്പുകൾ ഏതൊക്കെയാണ്? 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 13 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്, അങ്ങനെ 6 നോമ്പുകളാണ് മലങ്കര സഭയിലുള്ളത്. നോമ്പിലെ ഉപവാസവും വർജനയും, നോമ്പ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ. അപ്പോൾ നോമ്പിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് 17ാം പാഠം. നോമ്പെന്ന വാക്കിന് വ്രതമനുഷ്ഠിക്കുക, കാത്തിരിക്കുക, ഉപവസിക്കുക എന്നീ അർത്ഥങ്ങളാണുള്ളത്. മിതാഹാര വ്രതം, നിഷ്ഠ വെച്ചുള്ള ജീവിതം എന്നിങ്ങനെ നോമ്പിനെ മനസ്സിലാക്കാം. ഉപവസിക്കുക എന്നതിന് ദൈവത്തോടു കൂടി വസിക്കുക, ദൈവത്തോടൊത്തായിരിക്കുക എന്നീ തലങ്ങളിലും അർത്ഥമുണ്ട്. അപ്പോൾ ഈ 6 പാഠങ്ങളാണ് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് കൊടുത്തിരിക്കും. 18, 19 പാഠങ്ങൾ. സഭാചരിത്രം 3ാമത്തെ ഭാഗം, സഭാചരിത്രം 18, 19 പാഠങ്ങൾ. നമുക്കറിയാം
ഭാരത സഭാചരിത്രം ക്രമമായി 6-ാം ക്ലാസ് മുതൽ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. തോമാസ് സ്ലീഹായുടെ ആഗമനം നേരത്തെ തന്നെ നമ്മൾ 2-ാം ക്ലാസ്സിൽ തോമാസ് സ്ലീഹായെക്കുറിച്ച് കുട്ടിക്ക് ഒരു ആമുഖം നൽകിയിട്ടുണ്ട്. എന്നാൽ തോമാസ് സ്ലീഹായെക്കുറിച്ച് കൂടുതലായിട്ട് 6-ാം ക്ലാസ് മുതൽ ക്രമമായിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. 6-ാം ക്ലാസ്സിലെ ഈ സഭാചരിത്രം തുടർച്ച ഇനി നമ്മൾ 7 കാണും, 8 കാണും. അങ്ങനെ മുകളിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തുടർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തോമാസ് സ്ലീഹായുടെ ആഗമനം, മാർ തോമസ് സ്ലീഹായുടെ ജീവചരിത്രം, സുവിശേഷ പ്രഘോഷണം, ഭാരത യാത്ര, ഭാരതത്തിലെ പ്രേക്ഷിത പ്രവൃത്തി, തോമസ് സ്ലീഹാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ, മാർ തോമസ് സ്ലീഹായുടെ രക്തസാക്ഷിത്വം, തോമസ് സ്ലീഹ സ്ഥാപിച്ച 7 ദേവാലയങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഭാരത സഭാചരിത്രം തോമസ് സ്ലീഹയുടെ ആഗമനത്തോടുകൂടി കുട്ടിയെ പഠിപ്പിക്കുകയാണ്. 19-ാം പാഠം മലങ്കര സഭ 16-ാം നൂറ്റാണ്ട് വരെ, തോമസ് സ്ലീഹ മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സംഭവങ്ങൾ 19-ാമത്തെ പാഠത്തിൽ. മലങ്കര സഭയുടെ പേർഷ്യൻ ബന്ധം, ക്നായിത്തൊമ്മിനും കൂട്ടരും ഇവിടെ വരുന്നതും പേർഷ്യൻ ബന്ധം ആരംഭിക്കുന്നതും, അതിനുശേഷം പോർട്ടുഗീസ് മിഷണറിമാരിവിടെ വരുന്നതും, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, അതിനുശേഷം പോർട്ടുഗീസ് നീക്കങ്ങൾ, ഭദ്രവാദവും നടപ്പാക്കൽ, മാർ യാക്കോബും പോർട്ടുഗീസുകാരും, മാർ ജോസഫും മാർ അബ്രഹാമും തുടങ്ങിയ കൽദായ മെത്രാന്മാരുടെ ഇവിടുത്തെ ഭരണം, ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാചരിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാചരിത്രത്തിന് തുടർച്ച ഇനിയും 7-ാം ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. 4-ാമത്തെ ഭാഗം ക്രിസ്തീയ ജീവിതം. 3 പാഠങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൽ. നന്മയും തിന്മയും, അതുപോലെ തന്നെ പുണ്യജീവിതം, നിയമങ്ങൾ അനുസരിക്കുക. 3 പാഠങ്ങളിലായിട്ടാണ് ക്രിസ്തീയ ജീവിതം. നന്മയും തിന്മയും എന്താണെന്ന് കുട്ടിക്ക് ബോധ്യം നൽകുക. എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് പുണ്യം, എന്താണ് പാപം, അതൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് 20-ാമത്തെ പാഠം. നന്മ നാം അറിയുന്നതെങ്ങനെ, നന്മ തിരഞ്ഞെടുക്കുവാൻ ആവശ്യമായ ഘടകങ്ങൾ. അപ്പോൾ എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും കുട്ടിയുടെ ഉള്ളിൽ ബോധ്യം കൊടുക്കുന്ന പാഠമാണ് 20-ാമത്തെ പാഠം. 21-ൽ പുണ്യജീവിതം. എന്താണ് പുണ്യം, എങ്ങനെയാണ് പുണ്യം ആർജിക്കേണ്ടത്, ദൈവിക പുണ്യങ്ങൾ, പ്രധാനപ്പെട്ട വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പഠിപ്പിക്കലുകളും ഈ 21-ാം പാഠത്തിലുണ്ട്. സാൻമാർഗിക പുണ്യങ്ങൾ, ദൈവിക പുണ്യങ്ങൾ 3 സാൻമാർഗിക പുണ്യങ്ങൾ, വിവേകം, നീതി, സ്ഥൈര്യം, മിതത്വം, സത്യസന്ധത, എളിമ, സഹനം, ശാന്തത, ദയ, അനുസരണം എന്നിവയെല്ലാം സാൻമാർഗിക പുണ്യങ്ങളാണ്. 22-ാമത്തെ പാഠം നിയമങ്ങൾ അനുസരിക്കുക. നിയമം അനുഷ്ഠിക്കാൻ കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. പ്രകൃതി നിയമങ്ങളുണ്ട്, സ്വാഭാവിക നിയമങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായ നിയമങ്ങളുണ്ട്, ദൈവിക നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കുക. ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ നിയമങ്ങൾ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നിയമങ്ങളുടെ വിവിധ തലങ്ങളെക്കുറിച്ച് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ 3 പാഠങ്ങൾ ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെട്ട്. അവസാനമായി പ്രഭാത പ്രാർത്ഥന പ്രത്യേകമായിട്ട് 6-ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഉറക്കമല്ലാത്ത ഉണർവനായ കർത്താവ് എന്നുള്ള പ്രാർത്ഥന, പാപികളുടെ കരുണ കർത്താവ് എന്നുള്ള അപേക്ഷ പ്രാർത്ഥന, മാലാഖമാരുടെ സ്തുതി, അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ എന്നുള്ള പ്രാർത്ഥന, 51-ാം സങ്കീർത്തനം, ദൈവമേ ഹൃദയം പ്രകാരം കൊണ്ട് കരുണ ചെയ്യണമേ, അപേക്ഷ കർത്താവ് നിന്നെ സ്തോത്രം ചെയ്യുന്നതും നിന്നെ ഉന്നതമായ തിരുനാമത്തെ കീർത്തിക്കുന്നതും എന്നുള്ള പ്രാർത്ഥന. പിന്നെ ദിനപ്രതിഷ്ഠ, കരുണയുള്ള ദൈവമേ ഈ ദിവസം ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഈ ദിനപ്രതിഷ്ഠ എന്ന് പറയുന്നത് ദൈവദാസൻ മാർ യോവാനിയോസ് പിതാവിൻ്റെ ഖാർദവ പ്രാർത്ഥനയിൽ നിന്നും എടുത്തിട്ടുള്ള പ്രാർത്ഥനയാണ്. യോവാനിയോസ് പിതാവ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു പ്രാർത്ഥനയാണ്. അത് മലങ്കര സഭയുടെ ആരാധനയിൽ നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. ഈ ദിനപ്രതിഷ്ഠ ചൊല്ലുമ്പോൾ ഇത് മാർ യോവാനിയോസ് പിതാവ് എഴുതിയ പ്രാർത്ഥനയാണെന്ന് മലങ്കരക്കാർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് ദൈവമേ നിനക്ക് സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയുടെ അവസാനത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയും ദൈവദാസൻ മാർ യോവാനിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 6-ാം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 6-ാം ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇനിയും 7-ാം ക്ലാസ് നമ്മൾ കാണുക. ബൈബിളിൻ്റെ ഭാഗത്ത് യേശുക്രിസ്തു ജന്മം മുതലുള്ള സംഭവങ്ങൾ നമ്മൾ 7-ാം ക്ലാസ്സിൽ കാണും. അതുപോലെ തന്നെ സഭാചരിത്രം 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള സംഭവങ്ങൾ 7-ാം ക്ലാസ്സിൽ കാണും. അതുപോലെ തന്നെ ആരാധനക്രമത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഒക്കെ തുടർച്ച ഈ 7-ാം ക്ലാസ് നമുക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കും. 6-ാം ക്ലാസ്സിൻ്റെ അധ്യാപക സഹായി, പുതിയ അധ്യാപക സഹായി ഉണ്ട്. ഈ അധ്യാപക സഹായി രൂപതാ കേന്ദ്രങ്ങളിലും കാതോലിക്കേറ്റിലും ലഭ്യമാണ്. ഈ അധ്യാപക സഹായി വായിച്ച് നിങ്ങൾ ഒരുങ്ങി വേണം പഠിപ്പിക്കാൻ. ഓരോ പാഠവും എങ്ങനെ പഠിപ്പിക്കണമെന്ന് അധ്യാപക സഹായിലാണ് കൊടുത്തിരിക്കുക. ഈ പാഠപുസ്തകത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് അവതരിപ്പിക്കാനാണ് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. എല്ലാ പാഠങ്ങളും അത് മുഴുവൻ വിവരിക്കുക അസാധ്യമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ 22 പാഠങ്ങളിലായിട്ട് എന്ത് കണ്ടൻറ്റാണ് അടിസ്ഥാനപരമായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും ഒന്ന് പൊതുവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പൊതുവായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 6-ാം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ 7-ാം ക്ലാസ് നമുക്ക് പഠിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.